എന്നാടി കേൾക്കട്ടെ. അപ്പാ കേറി പോരെ. എനിക്കൊരു സംശയം. എന്നാടി നിന്റെ സംശയം? ചോദിക്കേ. ഈശോയുടെ എന്നാ ചോദിച്ചാൽ ഈശോ തരുവോ? പിന്നില്ലേ, ഉറപ്പായിട്ടും നീ ഈശോയുടെ എന്നാ ചോദിച്ചാൽ ഈശോ തരും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ചോദിച്ചാലുണ്ടല്ലോ, ചെറിയ കുട്ടികൾ ചോദിച്ചാലുണ്ടല്ലോ, ഈശോ ഉറപ്പായിട്ടും തരും. എന്ത് ചോദിച്ചാലും തരുവോ? തരും. അന്നെങ്കിൽ എനിക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് മേടിക്കാൻ ചോദിച്ചാൽ തരുമോ? ഉറപ്പായിട്ട് ഈശോ തരും. നിനക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വേണോ? അതും ഈശോ തരും. ഓ, എനിക്ക് സന്തോഷമായി. എനിക്ക് നീ പഠിക്കണ്ടല്ലോ. എനിക്ക് ഈശോയോട് പ്രാർത്ഥിച്ച ഈശോ എല്ലാ വിഷയത്തിനും എനിക്ക് മാർക്ക് തരുമല്ലോ. അങ്ങനെയല്ല കുട്ടാപ്പി, ഈശോ പറഞ്ഞേക്കുന്ന എന്നാന്നറിയാമോ? നിന്റെ അധ്വാനം ഈശോയ്ക്ക് കൊടുക്കുക, അപ്പോ അതിന് ഫലമുണ്ട്. നീ അധ്വാനിക്കാതെ, നീ പഠിക്കാതെ ഈശോ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വല്ലതും തരുമോ? എന്ത് ചെയ്യണം? നീ പഠിച്ചിട്ട് നിന്റെ അധ്വാനം ഈശോയ്ക്ക് കൊടുക്കുക. അതാണ് ഈശോ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാതിരുന്നാലും പഠിച്ചിട്ട് പ്രാർത്ഥിക്കാതിരുന്നാലും ഒരു ഉപകാരമില്ല. അപ്പൊ ഞാൻ പഠിക്കണല്ലേ? പിന്നല്ലാതെ. ഓക്കേ അച്ഛാ. ബൈ ബൈ. See you. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. സുഭാഷിതങ്ങൾ 16:3.